ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിന്നുള്ളത് അഴീക്കോട് ബീച്ചിലാണ്. അപ്പോൾ നമ്മളിത് പോയിട്ട് കുറേ നാളായി. അപ്പോൾ ഞാൻ ഇന്നാണ് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം നേരെ കുട്ടികളുടെ ഒരു പാർക്കുണ്ട്. അവിടെ കുറേ എന്താ പറയുക, പാർക്കിൽ കുറേ റൈഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഹാദീനെ നമ്മൾ കുറേ റൈഡ്സിലൊക്കെ കയറ്റിയായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവനങ്ങനെ കയറി ഒറ്റയ്ക്ക് ചെയ്യാറായിട്ടില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ എടുത്തിട്ടാണ് ഓരോന്നിലും കയറ്റുന്നത്. അപ്പോൾ ഇതിന് കൂടുതൽ ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ പുറകിൽ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് അവന് ഊർന്നിറങ്ങുന്നുണ്ടായിരുന്നില്ല. എന്തോ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നണം. എന്നിട്ട് അവനെ കിടത്തിയൊക്കെയാണ് ഞങ്ങൾ ഊർന്നിറങ്ങിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴത്തേനും പിന്നെ ബാക്കിൽ നിന്ന് ഒരു കുട്ടി വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവനെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നെക്സ്റ്റ് റൈഡിനും കൂടെ നമ്മൾ കയറി. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് അവനെ ഇറങ്ങി നടത്തിച്ചു. അപ്പോൾ അവൻ കൈവിട്ട് ഓടലായിരുന്നു. അപ്പോൾ ബൈക്ക് റൈഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ അതിങ്ങനെ റൗണ്ട് ചുറ്റിയാണ് കറക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ മൊത്തം ഭയങ്കര ഓട്ടമായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ ഇവനെ പിടിച്ച് നിർത്തി എങ്ങനെയൊക്കെയോ കുറേ നേരം നിന്നു നിൽക്കുക. അപ്പോൾ ഒരു ഫോൺ കോൾ വന്നേക്കായിരുന്നു. അതിൻ്റെ ശേഷം നമ്മൾ ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒന്നാമത് ഈ മണലിക്കൂടെ നടക്കുമ്പോൾ ഭയങ്കര ടഫാണ് കൊച്ചിനെ കൊണ്ടൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കാലൊക്കെ പൂണ്ടുപോയായിരുന്നു. അങ്ങനെ കുറേ നേരം നമ്മൾ അതിൽ കൂടെ നടന്ന് ഇവനെ കൈ വിട്ടാൽ ഇവൻ നേരെ പോയി മണ്ണ് വരും. അതുകൊണ്ട് തന്നെ കൈ പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഒരു വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഇളം വെയിലായിരുന്നു. നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. ബീച്ചിൽ വെള്ളം കണ്ടപ്പോൾ ഹാദിക്ക് ഭയങ്കര പേടി. അവനക്ക് എന്താണെന്നറിയില്ല. വേറെ വെള്ളമൊന്നും കുഴപ്പമില്ല. ബീച്ചിൽ തിരമാല വന്ന കാണുമ്പോൾ അവനക്ക് ഭയങ്കര പേടിയാണ്. ഭയങ്കര കരച്ചിലായിരുന്നു. അവന് അങ്ങോട്ടേക്ക് നോക്കുന്നേ ഉണ്ടായിരുന്നില്ല. അവൻ അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് തേങ്ങലടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇക്കാക്കയുടെ ചെരുപ്പ് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇക്കാക്ക തിരമാല വന്നപ്പോൾ തന്നെ ഓടി ബാക്കിലേക്ക് കയറുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു. അതിനുശേഷം നമ്മൾ ഹാദിയുടെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഇതാ ഒരു പമ്പരമൊക്കെ മേടിച്ച് സെറ്റ് ചെയ്ത് അവനെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മൾ ഇരുന്നത്. കാരണം അവൻ്റെ പേടി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ തന്നെ ഇരുന്ന് തിരമാല കാണിച്ചുകൊണ്ട് പമ്പരമൊക്കെ കാണിച്ച് അവിടെ ഇരുത്തി. കാരണം ഇങ്ങനെ പേടിച്ച് കഴിഞ്ഞാൽ പിന്നെ പേടി അങ്ങനെ തന്നെ നിൽക്കുമല്ലോ. പേടി നമ്മൾ മാറ്റണ്ടേ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. അങ്ങനെ പമ്പരമൊക്കെ കൊടുത്തു. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് പിന്നെ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിയപ്പോഴും പിന്നെ അവനിങ്ങനെ കരയണം. അവൻ അങ്ങടേക്ക് നോക്കുന്നില്ല. അവൻ എന്താണെന്നറിയാം, ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ബാക്കിലേക്ക് നിന്നു തിരയുടെ അവിടെ നിന്ന്. അപ്പോൾ അവൻ്റെ കരച്ചിലൊന്നും അടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവനിങ്ങനെ എന്തൊക്കെയോ ഓർത്ത് കരയുന്നുണ്ട്. നമ്മൾ കുറച്ച് നീങ്ങാൻ നിന്നത്. എന്നിട്ട് അവന് എന്തോ തിരമാല കണ്ടിട്ട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര കരച്ചിലുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം അങ്ങനെ നമ്മൾ ആശ്വസിപ്പിക്കാൻ നോക്കിയപ്പോൾ അവൻ ചിരി വരുന്നുണ്ട്. പക്ഷെ അവൻ ചിരിക്കുന്നില്ല. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്നതായി. അങ്ങനെ കുറേ നേരം അവിടെ നിന്നതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.